മിശിഹായിലെ സ്നേഹം നിറഞ്ഞവരെ, ലൂക്കയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 17 മുതൽ 21 വരെ തിരുവചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. അതിലെ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ട് അവനെ തുറന്ന് വായിച്ചു. ഏത് യേശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ്, ഏത് അധ്യായമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങളാണ് വായിച്ചത്. ഒന്ന് തുറന്ന് വായിച്ചത്. 61-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങള്. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ആ ദരിദ്രരെ സദ്വാർത്ത സുവിശേഷം അറിയിക്കുവാനായിട്ട് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവർക്ക് ആശ്വസിപ്പിക്കുവാനായിട്ട്, ബന്ധിതർക്ക് മോചനം, അന്ധകാർക്ക് കാഴ്ചയും അടിച്ചമർത്തവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനായിട്ട് കർത്താവിൻ്റെ സ്വീകാര്യമായ വത്സരം അവിടുന്ന് നൽകപ്പെട്ടിരിക്കുന്നു. ഇത് കർത്താവിൻ്റെ ഒരു പദ്ധതിയാണ്. ഈശോയെ കുറിച്ചിട്ടുള്ള ഭാഗമാണ് യേശയ്യാ പുസ്തകം 61-ാമത്തെ 1-2 അതിൽ കിടക്കുന്നത്. നമ്മൾ വായിക്കുമ്പോൾ അറിയാം. 17-ാമത്തെ വാക്യം വെച്ചാൽ, ഒന്നാമതായിട്ട് അവൻ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റുന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം അവനെ എടുത്തു കൊടുത്തു എന്നാണ് പറയുന്നത്. ഈശോ എടുത്തു വായിച്ചതല്ല, മറിച്ച് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്തു കൊടുത്തു സിനഗോഗിലെ. അപ്പൊ ഇത് ദൈവമായ കർത്താവിന്റെ പദ്ധതിയാണ്. കാരണം ആ പ്രവചനം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് യേശുവാണ് സമഗ്രമായിട്ടുള്ള വിമോചകൻ എന്ന് അവിടെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്തു കൊടുത്തത്. അണ്ട് ഈശോ ആ ഭാഗം തുറന്നപ്പോൾ കിട്ടിയതാണ് യേശയ്യാ 61-1-2 വാക്യങ്ങൾ. അത് കൃത്യത്തിൽ പറയുന്നുണ്ട്. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അപ്പൊ പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് ഈശോയിൽ ഉണ്ട് എന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുക ജനത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഒന്നാമത്തെ കാര്യം വായിച്ചേ, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആരാണ് ദരിദ്രര്? 2 വിധത്തില് ദരിദ്രരുണ്ട്. ഒന്ന്, ആത്മാവിൽ ദരിദ്രരുണ്ട്. 2, ഭൗതികമായിട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്. ഭൗതികമായ ദാരിദ്ര്യം പറയുമ്പോൾ സമ്പത്ത് ഇല്ലാത്ത അവസ്ഥയാണ് ഭൗതിക ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഭക്ഷണം കഴിക്കാൻ പൈസയില്ല, വീടില്ല, അങ്ങനെയുള്ള ഉദ്ദേശിച്ചിട്ട് ഭൗതികമായിട്ട് ദാരിദ്ര്യം. അപ്പോൾ ആത്മാവിൽ ദാരിദ്ര്യം എന്താ? ആത്മാവിൽ ദാരിദ്ര്യം എന്താ ഉദ്ദേശിക്കണേ? നമ്മള് സുവിശേഷ ഭാഗങ്ങൾ എത്രയാ? എണ്ണം കൂട്ടരുത്, നിങ്ങള് കുറയ്ക്കരുത്. 8 അഷ്ടഭാഗ്യങ്ങൾ 8. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ കിടക്കുന്നുണ്ട്. അതിലെ 3-ാമത്തെ വാക്യത്തില് ആദ്യമായിട്ട് പറയുന്നത് എന്താ? സ്വർഗരാജ്യം അവരുടേതാണ്. അപ്പൊ ഈ ആത്മാവിൽ ദാരിദ്ര്യം എന്താ? പലപ്പോഴും എനിക്കൊക്കെ പണ്ട് സമയകാലത്തെ ചോദിച്ചാൽ ഒരുപാട് സംശയം തോന്നിയുള്ള കാര്യം, ഇതിന് ആത്മാവിൽ ദാരിദ്ര്യം, ഭൗതിക ദാരിദ്ര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആത്മാവിലെ ദാരിദ്ര്യമുള്ളവര് ആരെ? അവർക്കാണ് സ്വർഗരാജ്യം ലഭിക്കാന്ന് കർത്താവ് പറയുന്നത്. അവരാരാ? യേശയ്യാ പുസ്തകം, യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 57:15. ആ
എന്ത് ആരുടെ ഹൃദയത്തെ? അനുതാപികളുടെ ഹൃദയത്തെ, വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരുടെ കൂടെ വസിക്കുന്നു. ദൈവമായ കർത്താവ് പറയുകയാണ്, അനുതപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കുവാൻ ഞാൻ അവരുടെ കൂടെ വസിക്കുന്നു. ഈശോ വസിക്കുന്നത് എവിടെയാ? പിതാവായ ദൈവം വസിക്കുന്നത് എവിടെയാ? സ്വർഗത്തിലെ. പിതാവായ ദൈവം വസിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. എന്താ? അനുതാപമുള്ള ഹൃദയം, വിനീതമായ ആത്മാവ്. എളിമയുള്ള ആത്മാവും അനുതപിക്കാനുള്ള ഹൃദയവും ഉണ്ടെങ്കിൽ അവിടെ ആണ്, അങ്ങനെയുള്ളവരാണ് ആത്മാവിലെ ദരിദ്രരെ. അങ്ങനെയുള്ളവർക്കാണ് എന്ത് ലഭിക്കുക? സ്വർഗരാജ്യം ലഭിക്കുക. അപ്പൊ ആത്മാവിൽ ദരിദ്രം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അനുതപിക്കുന്ന ഹൃദയവും വിനയമുള്ള എളിമയുള്ള ആത്മാവുള്ളവരാണ് ആത്മാവിലെ ദരിദ്രരെന്ന് യെശയ്യാ പ്രവാചകൻ 57-ാമത്തെ അധ്യായം 15-ാം വാക്യത്തിൽ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആത്മാവിൽ ദരിദ്രം കണ്ടു. രണ്ടാമത് ഭൗതികമായിട്ട് ദാരിദ്ര്യം എന്ന് പറയുന്നത് സമ്പത്തിന്റെ അഭാവമാണ്. ഭൗതികമായിട്ട് ദാരിദ്ര്യം യേശു 2 വിധത്തിലും എന്തായിരുന്നു? ദരിദ്രനായിരുന്നു. ആത്മാവിലെ ദാരിദ്ര്യവും ഭൗതികമായിട്ടുള്ള ദാരിദ്ര്യം അനുഭവിച്ച വ്യക്തിയാണ് ഈശോ. അങ്ങനെയുള്ള 2 വിധത്തിലുള്ളവർക്കും സദ്വാർത്തയായിട്ടാണ് ഈശോ കടന്നു വരുന്നത്. ആത്മാവില് ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കുവാനായിട്ട് സദ്വാർത്തയായിട്ടാണ് ഈശോ കടന്നു വരുന്നത്. ഇനി ഈശോ വിനയമുള്ളവനായിരുന്നു, എളിമയുള്ളവനായിരുന്നു കാണിക്കുന്ന വചന ഭാഗമാണ് 2 കൊറിന്തോസ് 8:9. 2 കൊറിന്തോസ് 8:9. അവിടെ ഈശോ എന്തുകൊണ്ട് ദരിദ്രനായി? അവൻ സമ്പന്നനായിരുന്നിട്ടും നമ്മളെ പ്രതി ദരിദ്രനായിട്ട്. എന്തിനു വേണ്ടി? ഈശോ ദരിദ്രനായത് അവിടുത്തെ ദാരിദ്ര്യത്താൽ നമ്മളെ സമ്പന്നരാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈശോ വിണ്ണിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക്, മണ്ണിലേക്ക് വന്ന് നമ്മളെ മണ്ണിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട്. ഇനി അടുത്തത് ഫിലിപ്പിയർ ലേഖനം 2-ാമത്തെ അധ്യായം 6-7 വാക്യങ്ങളാണ്. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നിട്ടും ദൈവത്തോളം സമാനത്തിന് കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം, ഏറ്റവും വലിയ ദരിദ്രനായിട്ട് തീർന്ന്, നമ്മുടെ കൂടെ ആയിരിക്കാനായിട്ട് ഏറ്റവും ദരിദ്രനായി തീർന്ന് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. മനുഷ്യരെ പോലെ ആയി നമ്മുടെ കൂടെ ആയിരുന്നു കൊണ്ട് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട്. ഗലാത്യർ 4-ാമത്തെ അധ്യായം 4 മുതൽ 7 വരെ. ഗലാത്യർ 4-ാമത്തെ അധ്യായം 4 മുതൽ 7 വരെ. പുത്രനയച്ച് നിയമത്തെ ജീവിച്ച് വിണ്ണിൽ നിന്ന് മണ്ണിൽ വന്ന്, മണ്ണിൽ നിന്ന് നമ്മളെ വിണ്ണിലേക്ക് കൊണ്ടുപോയി, വിണ്ണിലേക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി
എന്തായി തീരാൻ? ദൈവപുത്രരാക്കി തീരാനായിട്ട്, ദൈവമക്കളാക്കി തീർക്കാനായിട്ടാണ് ഈശോ അവിടുന്ന് ദാരിദ്ര്യം സ്വീകരിച്ചത്. ഈ മത്തായിയുടെ സുവിശേഷം 8-29 വാക്യം. ഞാൻ ശാന്തശീലനും വിധിഹൃദയനുമാകിയാൽ എന്നെ വായിക്കുകയും. അപ്പോൾ ഈശോ പറയാണ്, ഞാൻ ശാന്തശീലനാണ്, വിനീത ഹൃദയനാണ്. അങ്ങനെ വിനീത ഹൃദയമുള്ളവർക്കാണ് സ്വർഗ്ഗരാജ്യം ലഭിക്കുകയുള്ളൂ. അനുതപിക്കുന്ന ഹൃദയമുള്ളവർക്കാണ്, അല്ലെങ്കിൽ വിനീത ഹൃദയമുള്ളവർക്കാണ് സ്വർഗ്ഗരാജ്യം കിട്ടുള്ളൂ എന്ന് കൃത്യമായിട്ട് ഈശോ പഠിപ്പിക്കുകയാണ്. ഇനി മത്തായി 8:20 ഈശോ തന്നെ പറയുകയാണ്, ഞാൻ ദാരിദ്ര്യനാണ്, ഭൗതികമായ ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തിയാണ്. ഈശോ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. കുറുനദികൾക്ക് മാളങ്ങളുമുണ്ട്, ആകാശപ്പറവുകൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രനെ തലചായ്ക്കാനായിട്ട് ഇടമില്ല. ദൈവപുത്രനായ ഈശോ മനുഷ്യപുത്രനായിട്ട് തലചായ്ക്കാൻ പോലും ഇടമില്ലാത്ത അവസ്ഥ. അത്രയ്ക്കും ശൂന്യവൽക്കരണം നടത്തിയ ഈശോ പഠിപ്പിക്കുകയാണ്. വിനീതമായ ഹൃദയമുള്ളവർക്ക് ഒക്കെ ഈശോ പഠിപ്പിക്കുന്നുണ്ട്. ഈശോയുടെ പഠനം നമുക്ക് കാണാൻ സാധിക്കാം. ഫിലിപ്പിയർക്ക് ലേഖനം 2-9 വാക്യം. തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെ തന്നെ ഒഴുത്തുന്നവൻ താഴ്ത്തപ്പെടും ചെയ്യും. ഫിലിപ്പിയർ 2:9. ദൈവം അത്യധികം ഉയർത്തി. അപ്പൊ വിനീത ഹൃദയമുള്ളവർക്ക് മാത്രമേ, അനുതപിക്കുന്ന ഹൃദയമുള്ളവർക്ക് മാത്രമേ സ്വർഗരാജ്യം പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള 1-2 ഉദാഹരണങ്ങൾ നമുക്ക് ബൈബിളിൽ നിന്ന് കാണാൻ സാധിക്കും. ഒന്ന്, പരിശുദ്ധ അമ്മയെ കുറിച്ചിട്ട് ലൂക്ക 1:48, ലൂക്ക 1:48, ലൂക്ക 1:48. അവിടെ തന്നെ ദാസിയെ താഴ്മയെ കടാക്ഷിച്ചു. അപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പരിശുദ്ധ അമ്മയുടെ താഴ്മ, എളിമ, അവിടെയാണ് ഭാഗ്യവതിയായിട്ട് അമ്മ മാറുന്നത്. 52 വാക്യം 1:48 വരും. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടിട്ട് എളിയവരെ ദൈവം ഉയർത്തി. അപ്പൊ ആത്മാവിൽ ദരിദ്രമാവണമെങ്കിൽ എളിമയുള്ള ഹൃദയവും അതുപോലെ തന്നെ നമുക്ക് ലഭിക്കണം. അനുതപിക്കുന്ന ഹൃദയം നമുക്കുണ്ടാകണം. അടുത്തത്, രക്ഷകന്റെ പിറവിയെ കുറിച്ച് സദ്വാർത്ത ലഭിച്ചത് ആർക്കാണ്? ആട്ടിടയന്മാരെ. ലൂക്ക 2-8-12 വരെ വാക്യങ്ങളിൽ 14 വാക്യങ്ങളിൽ കിടക്കുന്നുണ്ട്. അവരെ നിഷ്കളങ്ക എളിമയുള്ള ഹൃദയത്തിന് ഉടമകളായിരുന്നു. അതുകൊണ്ടാണ് ഈശോയുടെ ജനനത്തെ കുറിച്ചിട്ട് അവർക്ക് അറിയിപ്പ് കൊടുത്തത്. ഇനി അതുപോലെ തന്നെ ഭൗതികമായി ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തികളെ ഈശോ മഹത്വപ്പെടുത്തുന്നുണ്ട്. ആരെയാണ് മഹത്വപ്പെടുത്തണേ? ബൈബിൾ വായിച്ചിട്ടില്ലേ? വിധവയുടെ കാണിക്ക. ഭൗതിക ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തികളെ ഈശോ സുവിശേഷം 21 1-4 വരെ വാക്യങ്ങള്. വിധവയുടെ കാണിക്ക. അത് വായിക്കേണ്ട നമുക്കറിയുന്ന കേസാണ്. അടുത്തത് 16 അധ്യായം 19 മുതൽ 31 വരെ. ലൂക്ക തന്നെ 16 അധ്യായം. ആരുടെ കാര്യം പറയണേ? ആരുടെ കാര്യം പറയണേ? ധനവാനും ലാസറിനും. ദരിദ്രരായ വിധവയുടെ കാണിക്കയെ ഈശോ മഹത്വപ്പെടുത്തുന്നു, ഉയർത്തുന്നു. ദരിദ്രരായ ലാസറിനെ അവിടുന്ന് സ്വർഗം ലഭിക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നു. ആ ദാരിദ്ര്യം കൊണ്ട് അവൻ സഹനം അനുഭവിക്കുമ്പോൾ അവനെ സ്വർഗത്തിലെ സമ്പത്ത്, സ്വർഗരാജ്യം അവകാശപ്പെടുത്താൻ സാധിക്കുമെന്ന് ഈശോ ധനവാന്റെ ലാസറിന്റെ ഉപമയിലൂടെ നമ്മൾ പഠിപ്പിച്ചിരിക്കുകയാണ്.
ഇനി 18-ാമത്തെ അധ്യായം 18 9-14 വരെ വാക്യങ്ങൾ. 12-ാമത്തെ അധ്യായം ആര് സൂചിപ്പിക്കുന്നതെന്നറിയോ? 9 മുതൽ ഫരിസയനും ചുങ്കക്കാരനും അവിടെ അനുതപിക്കുന്ന ഒരു ഹൃദയമുണ്ട്. ആരെ ഹൃദയ? ചുങ്കക്കാരൻ്റെ ഹൃദയം. ആ അനുതപിക്കുന്ന ഹൃദയത്തെ ഈശോ അവിടെ മഹത്വപ്പെടുത്തുക ചെയ്യുന്നത്. ഇനി അടുത്ത അനുതപിക്കുന്ന ഒരു ഹൃദയത്തെ ഈശോ മഹത്വപ്പെടുത്തുന്നത് എവിടെയത്? അതുകൂടാതെ പിന്നെ ലൂക്ക 15 ധൂർത്തപുത്രന്റെ ഉപമയിലെ അനുതപിക്കുന്ന ഹൃദയത്തെ അവിടെ 2 തരത്തില് ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് ധൂർത്തപുത്രൻ. എങ്ങനെയാ? ഒന്ന് ഭൗതികമായിട്ടുള്ള ദാരിദ്ര്യം, 2 ആത്മാവിലെ ദാരിദ്ര്യം. ധൂർത്തപുത്രന് മുമ്പ് സമ്പത്തുണ്ടായിരുന്നു, ഒത്തിരി സമ്പത്തുണ്ടായിരുന്നു, ആത്മാവിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല. അതാണ് പ്രശ്നമായിരുന്നത്. സമ്പത്തുണ്ടായിരുന്നു, അപ്പോൾ ആത്മാവിലെ ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് സമ്പത്തൊക്കെ നശിച്ചു കഴിഞ്ഞപ്പോൾ ഭൗതിക ദാരിദ്ര്യവും ആത്മീയ ദാരിദ്ര്യം അവനിലേക്ക് കടന്നു വന്നു. അവൻ സ്വർഗീയ പിതാവിൻ്റെ വസതിയിലേക്ക് തിരിച്ചു കയറാനായിട്ട് അവന് യോഗ്യത ഉണ്ടായി. ഓക്കെ, അപ്പൊ ഈ ആത്മാവിൽ ദാരിദ്ര്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. അടുത്തത് നമ്മൾക്ക് കാണാനുള്ളത് ബന്ധിതർക്ക് മോചനം. ഒന്നാമത്തെ കാര്യം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ആത്മാവിൽ ദാരിദ്ര്യം, ഭൗതിക ദാരിദ്ര്യം, 2 വരി ദാരിദ്ര്യമുണ്ട്, അത് കണ്ടു കഴിഞ്ഞു. ഇനി ബന്ധിതർക്ക് മോചനം. എത്ര തരത്തിലുള്ള ബന്ധനാവസ്ഥ നമുക്കുണ്ട്, എത്ര തരത്തിലുള്ള ബന്ധനാവസ്ഥ നമുക്കുണ്ട്. ആത്മാവിലും ഒന്നാമത്തെ ബന്ധനാവസ്ഥ പിശാചിന്റെ ബന്ധനത്തില് പെട്ടുകിടക്കുന്ന അവസ്ഥ. 2ാമത്തെ ബന്ധനാവസ്ഥ ശാരീരികമായി പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കണേ? രോഗത്താലെ വലയുന്ന ബന്ധനാവസ്ഥ. 3ാമത്തെ ബന്ധനാവസ്ഥ പാപത്തിന്റെ ബന്ധനാവസ്ഥ. ഈശോ എവിടെയൊക്കെ അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ അത്ഭുതങ്ങൾ കാണുമ്പോൾ മീൻസ് ഒന്നാമതായിട്ട് പിശാച് ബാധിനെ അവളിൽ നിന്ന് മോചിപ്പിക്കേണ്ട ഈശോ. അവൻ പിശാച് ബാധിച്ച് ഈ ശവകുടീരങ്ങളൊക്കെ വസിക്കുന്നവനിൽ നിന്ന് പിശാചിനെ ബന്ധിച്ച് പുറത്താക്കിയ ബന്ധിതർക്ക് ഈശോ അവിടെ ആ പിശാചിന്റെ ബന്ധനാവസ്ഥയിൽ നിന്ന് മോചനം കൊടുക്കാനായിട്ട് അവിടെ ഈശോ പരിശ്രമിക്കുന്നുണ്ട്. 2ാമതായിട്ട് പത്രോസിന്റെ അമ്മായിമ്മ പനി പിടിച്ച്, കലശലായ പനി പിടിച്ച്, അത് രോഗത്തിന്റെ ബന്ധനാവസ്ഥയാണ്. ആ രോഗത്തെ ഈശോ ശാസിച്ച് അതിൽ നിന്ന് സൗഖ്യം കൊടുക്കുന്നു. കുഷ്ഠരോഗി, രോഗത്തിന്റെ അബന്ധനാവസ്ഥ. ശതാബ്ദിന ഭൃത്യൻ, രക്തസ്രാവക്കാരി സ്ത്രീ, ഇങ്ങനെ ഒത്തിരി ഉദാഹരണം കാണാൻ സാധിക്കും. ആ പാപത്തിന്റെ ബന്ധനാവസ്ഥ മുഴുവനായിട്ട് ആ രോഗത്തിന്റെ ബന്ധനാവസ്ഥയിൽ നിന്ന് കർത്താവ് അവർക്ക് സൗഖ്യം കൊടുക്കുന്നു. ഇനി പാപത്തിന്റെ ബന്ധനാവസ്ഥ വരുമ്പോൾ അത് ആത്മാവിനെ ബാധിക്കുന്നതാ. അവിടെ ഈശോ എന്താ ചെയ്യണേ? തളർവാദ രോഗി എന്താ പറഞ്ഞേ? നിനക്ക് സൗഖ്യമുണ്ടാകണമെന്ന് പറഞ്ഞേ? പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു, ഉടനെ സൗഖ്യം ലഭിക്കുന്നു. അത് പാപത്തിന്റെ ബന്ധനാവസ്ഥയിലായിരുന്നു ആ രോഗം വന്നത്. എല്ലാ രോഗങ്ങളും അങ്ങനെയല്ല കേട്ടോ.
പാപത്തിന്റെ ബന്ധനാവസ്ഥയില് ഒരു രോഗം വന്നപ്പോൾ അതിനെ ഈശോ അവിടെ രോഗസൗഖ്യമല്ല കൊടുത്തത്, പാപത്തെ മോചിപ്പിച്ചത്. അത് ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പാപിനിയായ സ്ത്രീയെ മേലിലെ പാപം ചെയ്യരുത് പറഞ്ഞിട്ട് അവൾക്ക് പാപമോചനം കൊടുത്തപ്പോഴാണ് ആ തിന്മയിൽ നിന്ന് അവളെ വിടുവിപ്പിച്ചുകൊണ്ട് മോചനം നൽകിക്കൊണ്ട് ഈശോയ്ക്ക് സാധിച്ചത്. അപ്പൊ ഈശോ ബന്ധിതർക്ക് മോചനം എന്ന് പറയുമ്പോൾ പൈശാചികമായ ബന്ധനാവസ്ഥ, രോഗത്താലുള്ള ബന്ധനാവസ്ഥ, പാപത്താലുള്ള ബന്ധനാവസ്ഥ, ഈ 3 ബന്ധനാവസ്ഥയിൽ നിന്നും മോചിക്കാനായിട്ട് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ കൃത്യമായിട്ട് ഈശോ പഠിപ്പിക്കുക. അതുകൊണ്ട് ഈശോ സമഗ്ര വിമോചകൻ എന്ന് അവിടെ നിന്ന് ഇവിടെ പ്രഖ്യാപിക്കുക. യേശയ്യാ പ്രവാചകന്റെ വചനത്തിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ കാണുവാൻ സാധിക്കുക. 1, ദരിദ്ര സുവിശേഷം അറിയിക്കുവാനായിട്ട്. 2, ബന്ധിതർക്ക് മോചനമായിട്ട്. 3 ബന്ധനാവസ്ഥ നമ്മൾ കണ്ടു. 3-മതായിട്ട് അന്ധർക്ക് കാഴ്ച. അന്ധർക്ക് കാഴ്ച. ഇവിടെ കുരുടനെ കാഴ്ച നൽകുന്നു. കുരുടനെ കാഴ്ച നൽകുന്നു. അതെന്ത് എന്ത് അവസ്ഥയാ? ശാരീരികം, ഭൗതികമായിട്ടുള്ള കാഴ്ച ഇല്ലാത്ത അവസ്ഥയാണ് അത്. അത് ശാരീരികമാണ്. ഇനി 1 യോഹന്നാൻ 2-ാമത്തെ അധ്യായം 7 മുതൽ 11 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അത് ആത്മീയമായിട്ടുള്ള അന്ധകാരമുള്ള അവസ്ഥയാണ്. 1 യോഹന്നാൻ 2-ാമത്തെ അധ്യായം 7 മുതൽ 11 വാക്യങ്ങളാണ്. അവിടെ എന്താ അന്ധകാര? ആത്മീയ അന്ധകാരം. ഭൗതികമായിട്ട് കാഴ്ചയില്ലാത്ത അവസ്ഥ. അവിടെ അന്ധന് കാഴ്ച നൽകുന്നു, അത് ഭൗതികമായിട്ടുള്ള കാഴ്ച കൊടുക്കല. ഇവിടെ സഹോദരനെ ദ്വേഷിക്കുന്നവൻ അവൻ പ്രകാശത്തല്ല, അവൻ അന്ധകാരത്തില. ആത്മീയ അന്ധകാരം. സഹോദരനെ വെറുക്കുന്നവൻ അവൻ കൊലപാതകയാണ്, അവൻ ആത്മീയ അന്ധകാരത്തിലാണ് വസിക്കുന്നത് എന്ന് കർത്താവ് കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. ഇപ്പൊ ബന്ധിതർക്ക് അന്ധർക്ക് കാഴ്ച എന്ന് പറയുമ്പോൾ 2 തരത്തിൽ കാഴ്ചയുണ്ട്. 1 അന്ധകാരമുണ്ട്, 1 ഭൗതികമായിട്ടുള്ള അന്ധകാരവും കാഴ്ചയില്ലാത്ത അവസ്ഥയും, ആത്മീയമായിട്ട് കാഴ്ചയില്ലാത്ത അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 4-മത്തെ കാര്യം, അടിച്ച് അമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. അടിച്ച് അമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. 3 തരത്തിലെ അടിമത്തം നമുക്കുണ്ട്. 3 തരത്തിലെ അടിമത്തമുണ്ട്. 1 യോഹന്നാൻ 2-ാമത്തെ അധ്യായം 15 മുതൽ 17 വാക്യങ്ങൾ നമ്മൾ നേരത്തെ വായിച്ചതിന്റെ ബാക്കിയാണത്. അല്ല, ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഈ 3 അടിമത്തങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പൊ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കൽപ്പിക്കുക എന്ന് പറഞ്ഞ ഈ 3 അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കൊടുക്കാനായിട്ട് ഈശോ കടന്നു വന്നതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ 4 അടിമത്തത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുമ്പോഴാണ് ദാരിദ്ര്യം, ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് 4 കാര്യം വരുമ്പോഴാണ് കർത്താവിനെ സ്വീകാര്യമായ ഒരു വത്സരം, അഭിഷേകം ഉണ്ടാകുക എന്ന് കർത്താവ് തന്നെ, ഈശോ തന്നെ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്.
അത് ലഭിക്കുന്നത് സമഗ്ര വിമോചകനായ ഈശോയുടെ മാത്രമാണെന്ന് ഈശോ നമ്മളെ വളരെ വ്യക്തമായിട്ടും പഠിപ്പിക്കുന്നു. അതിനായിട്ട് സമഗ്ര വിമോചകനായ ഈശോയുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട്, ആ അഭിഷേകത ജീവിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ടും ആസ്വദിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.